ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ കണ്ടന്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാത്തിനും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. എൻ്റെ ചാനലിൽ ആകെ 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ എൻ്റെ ചാനലിൽ വ്യൂസ് വരുന്ന പറഞ്ഞാൽ 12K 30K 7K വരുന്ന 7000 1000 12,000 പറഞ്ഞിട്ട് വ്യൂസ് വരുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും. അതൊന്ന് ചെയ്യണേ. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു കടമ പെട്ടെന്ന് കിടക്കാൻ പറ്റും. അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ കൂടി ഇങ്ങനെ നടന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തുഷാരഗിരിയിലെ തേൻപാറ ട്രക്കിങ്. ആ ട്രക്കിങ്ങിനിടയ്ക്ക് കാണുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു പൂമ്പാറ്റയുടെ ഒരു കാട്. എത്രമാത്രം പൂമ്പാറ്റകൾ അവിടെ ഉണ്ടെന്നുള്ളത് അത് നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പൂമ്പാറ്റയുടെ അത്രയും ഒരു കാടാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കണ്ണുകൾ കൊണ്ട് കാണുന്നത് നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാലും എത്രയും നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ കാണും. എല്ലാ വർഷവും ഞങ്ങൾ ടൂറിസം സമയത്ത് ഈ സീസൺ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കാട്ടിൽ പോകുന്നതും ആ ടൈമിൽ ആ റൂട്ട് റെഡിയാക്കുന്നതും വൃത്തിയാക്കുന്നതും മറ്റുള്ളവർക്ക് വരുന്ന ട്രക്കേഴ്സിനും സഞ്ചാരികൾക്കും യാതൊരു അപായം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പോയി റൂട്ട് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ കാഴ്ച ഞങ്ങൾക്കാണ് കിട്ടുക. അപ്പോൾ അത്രയും നല്ല വൃത്തിയായിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ അത്രയും ഒച്ച ഉണ്ടാക്കാതെയും സൗണ്ട് ഉണ്ടാക്കാതെയും അവിടെ ഒരു പ്രശ്നങ്ങളില്ലാക്കാതെയും ആണ് ഞങ്ങൾ പോയി എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും. അപ്പം അത്രയും നല്ലൊരു കാഴ്ച. അതിൽ എത്രമാത്രം പൂമ്പാറ്റ ഉണ്ടെന്ന് പറയാം. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. ഈ ട്രക്കിംഗ് എപ്പോഴും സ്റ്റാർട്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസങ്ങളിൽ ആ സമയത്ത് വെയിൽ വരുന്ന സമയത്താണ് നമുക്കിവിടെ ട്രക്കിംഗ് ഓപ്പൺ ആകുക. മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിയിക്കുന്നതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ട്രക്കിംഗ് ക്ലോസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം മഴയും ഭയങ്കര ആനേൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് പകുതി വെച്ച് നിർത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത വർഷത്തിൽ ഈ ഒരു ഡേയ്സിനും അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയിൽ ഇനിയും കാണാം. ബൈ ബൈ.